ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മോഡുലേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു സിഗ്നൽ അനലോഗ് ആയിട്ട് സെൻഡ് ചെയ്യുമ്പോഴും ഡിജിറ്റലായിട്ട് സെൻഡ് ചെയ്യുമ്പോഴും ഉള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനലോഗ് ആയിട്ട് ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് നോയ്സ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ, നോയ്സുകൾ വന്നു ചേരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സിഗ്നൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്വാളിറ്റി കുറയും. അത് ഒരു ഡിജിറ്റലായിട്ടൊരു സിഗ്നലിനെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നില്ല. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സിഗ്നലുകളെ മിക്സ് ചെയ്യാൻ ഡിജിറ്റലായിട്ട് സെൻഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഈസി. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലെക്സിങ്. നമ്മൾക്കൊരു സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഏറ്റവും ഈസി ആവുക അത് ഡിജിറ്റലായിട്ട് സെൻഡ് ചെയ്യുമ്പോഴാണ്. ഡിജിറ്റലിൽ നമുക്ക് 2 ലെവൽസ് മാത്രമേ ഉള്ളൂ. ഒരു 0 ലെവലും ഒരു പ്ലസ് ലെവൽ അല്ലെങ്കിൽ മൈനസ് ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ അല്ലെങ്കിൽ ഹൈ ലെവൽ, 1 അല്ലെങ്കിൽ 0, ഇങ്ങനത്തെ കോമ്പിനേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അനലോഗ് സിഗ്നൽസ് ആകുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ്. ഇപ്പോൾ നവഡേയ്സ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പൾസ് മോഡുലേഷൻ ആണ്. പൾസ് മോഡുലേഷനും അതിൻ്റെ ടൈപ്സുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മോഡുലേഷൻ്റെ ടൈപ്സ് ആണ് അനലോഗ് മോഡുലേഷൻ, ഡിജിറ്റൽ മോഡുലേഷൻ. അനലോഗ് മോഡുലേഷൻ്റെ ടൈപ്സ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ആംഗിൾ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷൻ തന്നെ FM, ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും. ഈ സെക്ഷൻ മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ഡിജിറ്റൽ മോഡുലേഷൻ. ഡിജിറ്റൽ മോഡുലേഷനിൽ പൾസ് മോഡുലേഷനും പൾസ് കോഡഡ് മോഡുലേഷൻ PCM എന്ന് പറയും. പൾസ് മോഡുലേഷനിൽ 3 ടൈപ്സ്: PAM, PPM, PWM. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഇപ്പോൾ പൾസ് മോഡുലേഷൻ്റെ 3 ടൈപ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. പൾസ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് എഴുതാം? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ carrier signal is varied according to the instantaneous value of the message signal. അവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തണം? The process in which one of the properties of the pulse train, the process in which one of the properties of the pulse train is varied according to the instantaneous value of the message signal is called pulse modulation. Is called pulse modulation. ഇപ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? അനലോഗ് മോഡുലേഷനിൽ നമ്മൾ കാരിയർ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വരക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അതേസമയം പൾസ് മോഡുലേഷനിൽ നമ്മുടെ കാരിയർ അനലോഗ് മോഡുലേഷൻ്റെ കാരിയർ. അതേസമയം പൾസ് മോഡുലേഷനിലുള്ള കാരിയർ എങ്ങനെയായിരിക്കും? ഇതുപോലത്തെ ഡിസ്ക്രീറ്റ് പൾസസ് ആണ് ഉണ്ടാവുക. ഇതിനെ ഡിസ്ക്രീറ്റ് പൾസസ് എന്ന് വിളിക്കാം, സ്ക്വയർ പൾസസ് എന്ന് വിളിക്കാം. ഈ പൾസസിന്റെ മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഇതിന്റെ ഹൈറ്റ്, അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം, ആംപ്ലിറ്റ്യൂഡ്. അടുത്ത പാരാമീറ്റർ എന്താണ്? ടൈം പീരിയഡ് അഥവാ അതിൻ്റെ വിഡ്ത്ത്. വേറൊരു പാരാമീറ്റർ അതിൻ്റെ പൊസിഷൻ. അപ്പൊ ഈ 3 പാരാമീറ്റേഴ്സിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. എന്തിനനുസരിച്ചിട്ട്? നമ്മുടെ മെസ്സേജ് സിഗ്നലിനനുസരിച്ചിട്ട്. അപ്പൊ ദ പ്രോസസ് ഓഫ് വേരിയിങ് വൺ ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് ദ പൾസ് ട്രെയിൻ. ഇതാണ് നമ്മുടെ പൾസ് ട്രെയിൻ. ഈ പൾസ് ട്രെയിനിന്റെ ഈ പറയുന്ന ഏതെങ്കിലും 3 പാരാമീറ്റേഴ്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പൾസ് മോഡുലേഷൻ. ഇപ്പോൾ ഇവിടെ ഡെഫിനിഷനിൽ തന്നെ ഉണ്ട്, പൾസ് ആണ് ഇതിൻ്റെ മെയിൻ തിങ്. പൾസ് മോഡുലേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് മനസ്സിലേക്ക് വരണം? നമ്മുടെ കാരിയർ ഇസ് എ പൾസ്. അപ്പോൾ അവിടെ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡോ വിഡ്ത്തോ പൊസിഷനോ ആണ് മാറ്റുക.
അപ്പോൾ പേരുകൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം? ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്നത് പാം, പൾസ് മോഡുലേഷൻ, നടുവിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അടുത്ത എന്തായിരിക്കും? PWM. വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. അടുത്ത എന്തായിരിക്കും? PPM. അപ്പോൾ പാം, PWM, PPM. അപ്പോൾ ഇങ്ങനെയാണ് പൾസ് മോഡുലേഷൻ്റെ 3 വ്യത്യസ്ത ടൈപ്സ് രൂപപ്പെടുന്നത്. ഫസ്റ്റ് വൺ, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇപ്പോൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതുക? നിങ്ങൾ എഴുതിയിട്ടുള്ള പൾസ് മോഡുലേഷൻ്റെ ഡെഫിനിഷനിൽ വൺ ഓഫ് ദ പാരാമീറ്റേഴ്സ് എന്നുള്ള സ്ഥാനത്ത് എന്ത് എഴുതണം? ആംപ്ലിറ്റ്യൂഡ് എന്ന് എഴുതണം. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പം എങ്ങനെ വരും? ദ പ്രോസസ് ഓഫ് വേരിയിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസ് ട്രെയിൻ according to the instantaneous value of the message signal is called pulse amplitude modulation. വളരെ സിമ്പിളായിട്ട് ഡെഫിനിഷൻ എഴുതി. നെക്സ്റ്റ് നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ വേവ് ഫോം ആണ് വരയ്ക്കുന്നത്. കൂടെ തന്നെ വരച്ചു പോവുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാവണം. നമ്മൾ മെഷർ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പാമിൻ്റെ വേവ് ഫോം കിട്ടും. ഇപ്പോൾ ബോർഡിൽ ആദ്യം വരച്ചിട്ടുള്ളത് മെസ്സേജ് സിഗ്നലാണ്. അപ്പോൾ അതിനെ മെസ്സേജ് സിഗ്നൽ എന്ന് മാർക്ക് ചെയ്യാം. മെസ്സേജ് സിഗ്നലൊന്നും ഒരിക്കലും ഇങ്ങനെ പെർഫെക്റ്റ് ഒരു സൈനസോയിഡൽ വേവ് ഫോം ആയിരിക്കില്ല. നമുക്ക് വരയ്ക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മുടെ കാരിയറാണ്, പൾസ് ട്രെയിൻ. കാരിയർ സിഗ്നൽ അത് ഷേപ്പിലുള്ളതാണ് പൾസ് ട്രെയിൻ. ഈ കാരിയറിൻ്റെ പൾസ് ട്രെയിൻ വരയ്ക്കുമ്പോൾ ഈക്വൽ വിഡ്ത്തായിരിക്കണം. അതായത് ഈ വിഡ്ത്തും ഈക്വൽ ആവുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അതുപോലെ തന്നെ എല്ലാ പൾസസിൻ്റെ ഹൈറ്റും സെയിം ആയിരിക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ വേവ് ഫോം ഇനി വരയ്ക്കാൻ നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ 0 പോയിൻ്റ്, പീക്ക് പോയിൻ്റ് എല്ലാം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ നീറ്റായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സിനൊക്കെ ഡോട്ടഡ് ലൈൻസ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ പോയിൻറ്റ്സിനൊക്കെ ഡോട്ടഡ് ലൈൻസ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇനി തേർഡ് വൺ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഫോം ആണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വേരിയിങ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസ് ട്രെയിൻ അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അതുകൊണ്ടാണ് നമ്മൾ മെസ്സേജിൻ്റെ 0യും പോസിറ്റീവ് പീക്കും നെഗറ്റീവ് പീക്കും ഒക്കെ ഇതുപോലെ ഡോട്ടഡ് ലൈൻസിൽ താഴോട്ട് മാർക്ക് ചെയ്ത്. ഇനി എന്താ ചെയ്യുക? എപ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിട്ടുള്ളത്? പോസിറ്റീവ് പീക്കിൽ. അപ്പോൾ അവിടെ നല്ല ഹൈറ്റിലുള്ള ഒരു വേവ് ഫോം കൊടുക്കുക. വേവ് ഫോം അല്ല, ഒരു പൾസ് വരയ്ക്കുക. അതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2 സ്ഥലത്താണുള്ളത്. ആ 2 എണ്ണത്തിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് ഒരേപോലെ ആയിരിക്കണം. ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ മാറ്റം വരാൻ പാടുള്ളൂ. വരയ്ക്കുന്നതിൻ്റെ വിഡ്ത്ത് എല്ലാം സെയിം ആയിരിക്കണം. ഇത് ബോർഡിൽ വരയ്ക്കുന്നതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ വിഡ്ത്തും സെയിം ആയിരിക്കണം. ഇനി ഏറ്റവും മിനിമം ഉള്ളത് ഏതാണ്? നെഗറ്റീവ് പീക്കിൽ അല്ലേ? അവിടെ ഏറ്റവും ഹൈറ്റ് കുറച്ചിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞിട്ടുള്ളൊരു പൾസ് വരയ്ക്കുക സെയിം വിഡ്ത്തിൽ. ബാക്കി 0യിലുള്ളതെല്ലാം ഒരേ ആംപ്ലിറ്റ്യൂഡിൽ, ഇതിനേക്കാളും കുറച്ച് മുകളിലായിട്ട് ഒരേ ആംപ്ലിറ്റ്യൂഡിലുള്ള പൾസസ് കൊടുക്കുക. ഇതാണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ വേവ് ഫോം. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്താ ചെയ്തത്? ആദ്യം നമ്മളൊരു മെസ്സേജ് സിഗ്നൽ വരച്ചു, പിന്നെ ഒരു കാരിയർ സിഗ്നൽ പൾസ് ട്രെയിൻ വരച്ചു. എന്നിട്ട് മെസ്സേജിൻ്റെ 0 പോയിൻ്റിൽ പോസിറ്റീവ് പീക്സിനും നെഗറ്റീവ് പീക്സിനും ഡോട്ടഡ് ലൈൻസ് താഴോട്ട് കൊടുത്തു. അപ്പോൾ എപ്പോഴായിരിക്കും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരിക? മെസ്സേജിൻ്റെ ഏറ്റവും കൂടി നിൽക്കുന്ന പോയിന്റിൽ. അവിടെ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡുള്ള പൾസ് വരച്ചു, നെഗറ്റീവിൽ ഏറ്റവും കുറഞ്ഞത് വരച്ചു, ബാക്കി 0 പോയിൻറ്റ്സിലൊക്കെ ഒരേ ഹൈറ്റിലുള്ള പൾസസ് കൊടുത്തു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പൾസ് മോഡുലേഷൻ എന്ന് പറയുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പോൾ പൾസ് വിഡ്ത്ത് മോഡുലേഷന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. അപ്പോൾ ഡെഫിനിഷൻ ഇപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും.
എന്താണ്? ദ പ്രോസസ് ഓഫ് വേരിയിങ് ദ വിഡ്ത്ത് ഓഫ് ദ പൾസ് ട്രെയിൻ അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദ മെസ്സേജ് സിഗ്നൽ ഈസ് കോൾഡ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഇനി പി ഡബ്ല്യു എമ്മിൻ്റെ വേവ് ഫോം ആണ്. അപ്പോൾ പി ഡബ്ല്യു എമ്മിൻ്റെ വേവ് ഫോം വരയ്ക്കാനും ബേസിക് പ്രൊസീജിയർ സെയിം ആണ്. ആദ്യം ഒരു ഇൻപുട്ട് പൾസ് ബോർഡിലുള്ള പോലെ കൊടുക്കുക, കാരിയർ പൾസ് ട്രെയിൻ കൊടുക്കുക, എന്നിട്ട് ഇൻപുട്ട് പൾസിൻ്റെ പോസിറ്റീവ് പീക്കെന്നും 0 പോയിൻറ്റ്സിനും നെഗറ്റീവ് പോയിൻറ്റ്സിനും ഡോട്ടഡ് ലൈൻസ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും മാറുക? പി ഡബ്ല്യു എം എന്നാണ്. എന്താണ്? പൾസ് വിഡ്ത്താണ് മാറേണ്ടത് അല്ലേ? പൾസ് വിഡ്ത്താണ് മാറേണ്ടത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഈ മാക്സിമം ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വൈഡർ ആയിട്ടുള്ള പൾസ് കൊടുക്കുക. മാക്സിമം ഉള്ള സ്ഥലത്ത് ഏറ്റവും വൈഡർ ആയിട്ടുള്ള പൾസ് ആയിരിക്കും ഉണ്ടാവുക, വിഡ്ത്ത് കൂടിയ പൾസ്. അത് 2 പൊസിഷൻസിൽ ഒരേ വിഡ്ത്തിൽ. ഇവിടെ നല്ല വിഡ്ത്ത്, 2 ഇതിനും ഒരേ വിഡ്ത്തായിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്തത് ഏതാണ്? മിനിമം. അത് ഏറ്റവും നേരിയ പൾസ് കൊടുക്കുക. നേരിയ പൾസ്. എല്ലാ പൾസിൻ്റെയും വേറെ പാരാമീറ്റേഴ്സ് ഒന്നും മാറാൻ പാടില്ല, അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പം ഒരേ ഹൈറ്റിൽ തന്നെ വരണം, എല്ലാ പൾസസും ഒരേ ഹൈറ്റിൽ വരണം, നേരെ വിഡ്ത്തിൽ കൊടുക്കുക. ബാക്കി സീറോസിലൊക്കെ ഇത് രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള വിഡ്ത്തിലുള്ള ഒരു പൾസ് കൊടുക്കുക. ഇതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ ചെയ്തത്? ആദ്യം മെസ്സേജ് സിഗ്നൽ വരച്ചു, കാരിയർ പൾസ് ട്രെയിൻ വരച്ചു, മെസ്സേജ് സിഗ്നലിൻ്റെ പോസിറ്റീവ് പീക്ക് നെഗറ്റീവ് പീക്ക് 0 പോയിൻറ്റ്സിനൊക്കെ ഡോട്ടഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. പോസിറ്റീവ് പീക്കിലോടുത്ത് വിഡ്ത്ത് ഏറ്റവും കൂടിയ പൾസ് വരച്ചു, നെഗറ്റീവ് പീക്കിലോടുത്ത് വിഡ്ത്ത് ഏറ്റവും കുറഞ്ഞത് വരച്ചു, ബാക്കി പോയിൻറ്റ്സിലൊക്കെ ഒരു മോഡറേറ്റ് വിഡ്ത്തിലുള്ള പൾസ് കൊടുത്തു. അങ്ങനെയാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ വരയ്ക്കുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ് പൾസ് പൊസിഷൻ മോഡുലേഷൻ. പൾസ് പൊസിഷൻ മോഡുലേഷൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ എഴുതുക. അതിനുശേഷം വേവ് ഫോം വരയ്ക്കുക. പി എ എമ്മിനും പി ഡബ്ല്യു എമ്മിനും പി പി എമ്മിനും സെപ്പറേറ്റ് വേവ് ഫോംസ് തന്നെ വരയ്ക്കണം. ഓരോന്നും 6 മാർക്സിൻ്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ് പോളിടെക്നിക് സ്റ്റുഡൻസിന്. ഓക്കെ, അപ്പോൾ മെസ്സേജ് സിഗ്നൽ വരയ്ക്കുക, കാരിയർ സിഗ്നൽ വരയ്ക്കുക, പി ഡബ്ല്യു എം വരയ്ക്കണം, എന്നിട്ടാണ് നമ്മൾ പി പി എം വരയ്ക്കുന്നത്. അപ്പോൾ ഈ വരച്ചിട്ടുള്ളത് പി ഡബ്ല്യു എം ആണ്. ആ പി ഡബ്ല്യു എം കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക? പി പി എം വരയ്ക്കുക. അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡബ്ല്യു എമ്മിലുള്ള എല്ലാ പൾസിൻ്റെയും എൻഡ് പോയിൻറ്റ്സിന് ഡോട്ടഡ് ലൈൻസ് താഴോട്ട് എടുക്കുക. മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും പി ഡബ്ല്യു എമ്മും വരച്ചതിന് ശേഷം പി ഡബ്ല്യു എമ്മിൻ്റെ പൾസിലുള്ള എല്ലാ പൾസിൻ്റെ എൻഡ് പോയിൻറ്റ്സിന് ഡോട്ടഡ് ലൈൻസ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഒരേ വിഡ്ത്തിലുള്ള പൾസസ് വരയ്ക്കാം. അപ്പോൾ പൾസിൻ്റെ വിഡ്ത്ത് അപ്പോൾ എന്തായി മാറി? ദ പ്രോസസ് ഓഫ് വേരിയിങ് ദ വിഡ്ത്ത് ഓഫ് ദ the position of the pulse train according to the instantaneous value of the message signal. ഓരോ ജസ്റ്റ് പി ഡബ്ല്യു എമ്മിൻ്റെ പൾസ് വരച്ചതിന് ശേഷം അതിൻ്റെ ഓരോ പൾസിൻ്റെയും എൻഡ് പോയിൻറ്റ്സിന് ഡോട്ടഡ് ലൈൻസ് വരച്ചിട്ട് ഒരേ വിഡ്ത്തിലുള്ള ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള പൾസസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ പൾസിൻ്റെ പൊസിഷനിങ്ങിൽ ഡിഫറൻസ് വരും. ഇതാണ് പി പി എം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് പൊസിഷൻ മോഡുലേഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, ഈ 3 ടൈപ്പ് മോഡുലേഷൻസും കവർ ചെയ്തു. ഇനി ഡിജിറ്റൽ മോഡുലേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഈ 3 മോഡുലേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസണും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കമ്പാരിസൺ നോക്കാം. അതായത് 3 ടൈപ്സ് ഓഫ് പൾസ് മോഡുലേഷൻ തമ്മിലുള്ള കമ്പാരിസൺ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ചാർട്ടാണിത്. പാരാമീറ്റേഴ്സ് ഉണ്ട്. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകതകൾ. അത് പി എമ്മിൻ്റെയും പി ഡബ്ല്യു എമ്മിൻ്റെയും പി പി എമ്മിലും വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഏതൊരാൾക്കും സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്.
വേവ് ഫോമിൻ്റെ അവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആക്കി വിട്ടിട്ടുള്ളത് ഓൾറെഡി അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പാമിൻ്റെയും PWMൻ്റെയും PPMൻ്റെയും. അപ്പോൾ അത് ഇവിടേക്ക് എടുത്ത് വരയ്ക്കേണ്ട ഒരു ആവശ്യമുള്ളൂ ഈ ടാബുലർ കോളം കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജസ്റ്റ് ഒരു സ്ലൈഡ് ആക്കിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതോട് കൂടിയിട്ട് മോഡുലേഷൻ്റെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി പൾസ് കോഡ് മോഡുലേഷൻ ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.